അത് സങ്കടത്തിലായി ഇപ്പോൾ നിൽക്കുന്ന കാരണം നമ്മൾ ഈ കമൻറ്റ് ബോക്സ് വരുന്നത് ഇപ്പോൾ നടി നമുക്കിതിരെ പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത്. കാരണം 3-4 നടിമാരെ ഫോൺ ചെയ്തിരുന്നു. അത് ഫാൻ എന്ന രീതിയിൽ നമുക്ക് നമ്പർ കിട്ടിയപ്പോൾ ഒരു ആവേശത്തിൽ വിളിച്ചാണ്, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിലോട്ടോ ബാക്കി കാര്യങ്ങളും നമുക്ക് ഇടാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത്. നമ്മൾ അങ്ങനെ വിളിക്കാറുമില്ല. നമുക്ക് ഒരുപാട് നടിമാരായിട്ട് കോൺടാക്ട്സ് ഉണ്ട്, ഫോൺ കോൺടാക്ട്സ് ചെയ്യലുണ്ട്, പക്ഷേ ആരെയും വിളിക്കാറൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഏതെങ്കിലും നടിമാരെ വിളിച്ചു കഴിഞ്ഞാൽ അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ സങ്കടമുണ്ട്. കാരണം നമ്മൾ ചെയ്തതിൽ തെറ്റായെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അനുസൃതരെ നമ്മുടെ മറ്റേ നറി പിന്നെ ആരാധ്യാൻ, അപ്പോൾ അവരെ 3 പേരെ വിളിച്ചത് തെറ്റായിട്ട് എനിക്ക് തോന്നി, മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ആരാധ്യയോടും അനുസൃതരോടും പറയുകയാണ്. പിന്നെ മെറിനോടും ഇവരോടൊക്കെ ഒരു നല്ലൊരു ടോക്സ് ആയിരുന്നു. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ കണ്ടന്റ് വൈറലാക്കാൻ ചെയ്തതല്ല, മീഡിയ വന്നുകൊണ്ട് പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയി. അല്ലാണ്ട് വൈറലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് വിഷയങ്ങളായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ബാംഗ്ലൂർ കൊണ്ടുപോകാം ഞാനിപ്പോൾ, പക്ഷേ അന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇത് കാരണം മീഡിയക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം നമുക്കിപ്പോൾ വരുന്ന വിഷയം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. കമൻറ്റ് ബോക്സ് കുറേ തെറിയുണ്ട്. കാരണം നടിയെ വിളിക്കാൻ ഒരു റിവ്യൂവറിനെ വെച്ച് നടിമാരെ വിളിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒന്നുമല്ല വിളിച്ചത്, പകൽ സമയത്താണ് വിളിച്ചത്. എനിക്ക് ഒരുപാട് പേരുടെ നമ്പർ തന്നിരുന്നു അദ്ദേഹം, അനാക്കിലൂടെയൊക്കെ. പിന്നെ ആരാണ് നമ്മുടെ അനുസരിയുടെ നമ്പറൊക്കെ അറട്ടെണ്ണം തന്നിരുന്നു. ഒരുപാട് പേരുടെ നമ്പർ മനോജ് കെ ജെ, ലാലോലക്സ്, ഷാരടി, അങ്ങനെ ഒരുപാട് പേരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ മമ്മൂക്കൻ്റെ ഒരു നമ്പറുണ്ട്. അപ്പോൾ നമ്മളാരെയും വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല, നമ്മൾ കയ്യിൽ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു കളിയാക്കിയ രീതിയിൽ ഒരു ഫീല് വന്നു മീഡിയക്കാർ ചോദിച്ചപ്പോൾ. ഈ ഫാൻ ഗേൾസ് കൊടുക്കാത്തപ്പോൾ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ നടിമാരാണെന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും കുഴപ്പത്തിലും കുയില് ചാടുമെന്ന് ഓർത്തില്ല. കാരണം നമ്മൾ കൂടെ ഇന്നലെ പ്രസ് മീറ്റ് വന്ന ആൾക്കാർ വരും, ഇന്നിപ്പോൾ പ്രസ് മീറ്റ് ഇല്ല. അപ്പോൾ അത് നമുക്ക് വൻ സങ്കടമുണ്ട്. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പാലം കടന്നു കഴിഞ്ഞാൽ നാരായണ, പാലം കടക്കും വരെ നാരായണ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരായണ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ എത്ര ബൗൺസേഴ്സൊക്കെ കൂടെ ഉണ്ടായാലും നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും കൂടെ ഉണ്ടാവില്ല. നമുക്ക് ഞാൻ തന്നെ തുണയെന്ന് മനസ്സിലാക്കി. കാരണം ഇപ്പോൾ അഭിലാഷ് ആട്ടയം ഇപ്പം എൻ്റെ കൂടെ പെരുമാൾ വരെ വന്നിരുന്നു. കാരണം ഞാൻ ഷിയാസ് കരീമിൻ്റെ വീട്ടിൽ എൻ്റെ ബാഗ് മറന്നു വെച്ചിട്ട് അവിടെ പോയി ബാഗ് വാങ്ങിച്ചു. അതുകൊണ്ട് ഷിയാസ് കരീമിന് ചോക്ലേറ്റും കൊടുത്തിരുന്നു. കാരണം നമ്മൾ ചോക്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും ഒരു മറ്റേ എത്രയും നാൾ ബാഗ് ഇത് കിട്ടിയില്ലായിരുന്നു. കാരണം കല്യാണത്തിന് പോയ സമയത്ത് ഷിയാസ് കരീമിന് അത്യാവശ്യം ട്രെൻഡിങ് കയറിയതാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വന്നു. രാത്രി 12 മണിയായപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു. കാരണം ഡാൻസൊക്കെ ചെയ്ത് നേരെ തളർന്നു വന്നപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷനായിട്ട് രാത്രി. അപ്പോൾ ഒരു എന്താ പറയുക തലയിറങ്ങണ പോലെ ഫീലായി. അപ്പോൾ ഈ ബാഗിനെ കുറിച്ചോ ഈ നമ്മുടെ കൊണ്ടുവന്ന സാധനത്തെക്കുറിച്ചോ ചിന്തിച്ചില്ല. കാരണം ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തല്ലോ സ്റ്റേജിൽ. പിന്നെ ബാഗിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബെൽറ്റ്, ജീൻസ്, പിന്നെ കോമ്പ്, ചാദർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഭദ്രമായിട്ട് കിട്ടി. ഷിയാസ് കരീം സാറ് ഉണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ അനിയനുണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു. പിന്നെ ചോക്ലേറ്റും ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ശരി.